ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. എനിക്ക് കുറച്ച് നാളോട് ജീവിക്കണമെന്നുണ്ട്. ഇതിങ്ങനെ തുടർന്നാൽ ഞാനായിരിക്കും ആദ്യം മരിക്കുക. എന്താ നിന്റെ ഭർത്താവ് വരുൺ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് സത്യമല്ലേ? അതെനിക്കും നിനക്കും നിന്റെ അമ്മയ്ക്കും അറിയാവുന്ന ഒരു രഹസ്യമല്ലേ? നിനക്ക് പകരം കതിർമണ്ഡപത്തിൽ കയറിയ അവള് അവൻ കെട്ടിയ താലി എന്താ അഴിച്ചു മാറ്റാതിരുന്നേ? അവൾക്കൊരു വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ച് ക്ഷേത്രത്തിന്റെ നടയിൽ മണ്ഡപത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയതല്ലേ? ആ വിവാഹം അവൾ എങ്ങനെയാ മുടക്കിയത്? കഴുത്തിലെ താലി കാണിച്ച്. നിന്റെ അച്ഛനോട് അവള് പറഞ്ഞതെന്താ? ഭഗവാനെ ഭർത്താവായി മനസ്സിൽ സങ്കല്പിച്ച് സ്വയം കെട്ടിയ താലിയെന്ന്. പക്ഷെ നിനക്കറിയാമല്ലോ ആ താലി ഏതാണെന്ന്. അങ്ങനെ ഒരു താലി അവള് മനസ്സിൽ സൂക്ഷിക്കണമെങ്കിൽ ആ താലി കെട്ടിയവനെയും അവള് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടാവില്ലേ? മുത്തശ്ശിന്ന് വെറുതെ ഇരുന്നേ. എനിക്ക് ഇതൊന്നും കേക്കണ്ട. ഇന്ന് നീ ഇത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിലേ നാളെ നീ തലയിൽ അടിച്ചിരുന്ന് കരയുന്നത് ഞാൻ കാണേണ്ടി വരും. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ മോളെ, നീ അവളെ കാണുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോ സ്വന്തം ജീവിതമാണ് നീ അപകടത്തിലാക്കുന്നത്. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കണിമംഗലത്ത് കയറ്റാൻ ചേച്ചി ഇത്ര ബുദ്ധിമുട്ടുമായിരുന്നോ? ബുദ്ധിമുട്ടുമായിരുന്നു. കാരണം നീ കണിമംഗലത്തുണ്ടെങ്കിലേ അവൾക്ക് കണിമംഗലത്ത് നിൽക്കാൻ പറ്റൂ. എന്നാലേ അവൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും. ഇല്ല മുത്തശ്ശി, ഇനി മുത്തശ്ശി എന്ത് പറഞ്ഞാലും ചേച്ചി ഞാൻ അവിശ്വസിക്കില്ല. മൂപ്പുള്ളവര് ചൊല്ലിത്തരുമ്പോ ആദ്യം ഒന്ന് കഴിക്കുമെന്ന പഴമൊഴിയുണ്ട്. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോ സത്യം ഏതാന്ന് നിനക്ക് ബോധ്യപ്പെടും. അപ്പോഴേക്ക് ഒഴുകിപ്പോകാനുള്ളത് മുഴുവൻ ഒഴുകിപ്പോയിട്ടുണ്ടാവും. നീ ഓർത്തോ പ്രിയങ്കേ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യതയാവള്. അവള് നിന്നെ ഇല്ലാതാക്കും. മുത്തശ്ശൻ നിർത്തുന്നുണ്ടോ? എനിക്കിത് കേട്ട് കേട്ട് മടുത്തു. എനിക്ക് എന്റെ ചേച്ചിയെ പരിപൂർണ വിശ്വാസമാ, ഇഷ്ടമാ. ചേച്ചി എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാല് അത് ഞാനങ്ങ് സഹിച്ചോളാം. മുത്തശ്ശി ഫോൺ വെക്കാൻ നോക്കിയേ. എടി മോളെ, ഫോൺ വെക്കാനല്ലേ പറഞ്ഞേ? ഇങ്ങനെയുണ്ടോ ഒരു മാറ്റം? അവള് വല്ല കൈവശം കൊടുത്തു കാണാം. അല്ലാതെ പ്രിയങ്ക എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. ഇത് അപകടമാ. ചേച്ചി അനുജത്തെയും കൂടെ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയാ ഉറക്കം നഷ്ടപ്പെടുന്നത് എനിക്കാ. എന്താ തന്റെ ഉദ്ദേശം? അതെ, പ്രിയങ്കയെ തിരിച്ചു കൊണ്ടുവന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക. അവളെ വീണ്ടും എന്റെ തലയിൽ കെട്ടിവെക്കാനാണോ? പ്രിയങ്ക ഭാര്യയല്ലേ? നോക്ക്, ഇനി കണക്കുകൾ നമ്മൾ തമ്മിൽ പറയരുത്. തന്റെ തീരുമാനം എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്ത് തീരുമാനം? എന്നോടൊപ്പം താൻ ജീവിക്കാൻ തയ്യാറാണോ അല്ലയോ? എത്ര തവണ ഞാനത് പറഞ്ഞു? നോക്ക് രാധിക, താനും ആറ്റുവാശ്ശേരിയിലെ മുഴുവൻ ആളുകളും വിചാരിച്ചാലും പ്രിയങ്കയെ സ്വീകരിക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കില്ല. ഞാനത് ചെയ്യില്ല. പിന്നെ ഒരുപാട് എന്നെ നിർബന്ധിച്ച ഞാൻ അങ്ങ് എന്തെങ്കിലും ചെയ്തങ്ങ് അവസാനിക്കും. പിന്നല്ലാതെ. എടോ, എനിക്ക് മനസമാധാനത്തോടെ കുറച്ചു കാലങ്ങളിൽ ജീവിക്കാൻ പറ്റിയില്ലെങ്കിലേ, എന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ലെങ്കിലേ, പിന്നെ ചാവല്ലാതെ വേറെന്താ ചെയ്യാ?
എടോ, ഞാൻ എപ്പോഴും പറയുന്നതാ, ഉള്ളിലുള്ള സ്നേഹം ആർക്കു വേണ്ടി മറച്ചു വെക്കരുത്. സംസാരിച്ചിട്ട് പോയാൽ മതി. വരുൺ, ഞാനിങ്ങനെ കൺമുന്നിലുള്ളതാണ് വരുണിന്റെ പ്രശ്നമെങ്കിൽ ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടേലും പോകും. ഡേ, ഡേ, ഈ മറുപടി അല്ല എനിക്ക് കേൾക്കേണ്ടത്, കേട്ടല്ലോ? അധികം നമ്മുടെ മുമ്പിലൂടെ കാർ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. എല്ലാ ആഗ്രഹങ്ങളും അവസാനിക്കുന്നവരെ ഇങ്ങനെ ഒളിച്ചും മറിഞ്ഞു ഒഴിഞ്ഞു മാറി നടക്കാൻ പറ്റുമോ? ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെയും ഞാൻ തന്നെ സ്നേഹിക്കേണ്ടത്, അത് താനെന്ന് പറഞ്ഞതാ. നോക്ക്, തന്റെ തീരുമാനം വൈകുന്ന ഓരോ നിമിഷവും ഞാൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. എടോ, നമുക്ക് എല്ലാവരുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാം. ഇത്രയും കാലം സംഭവിച്ചതെല്ലാം പറയാം. നോക്ക്, താനൊരു യെസ് പറഞ്ഞാൽ മാത്രം മതി. വിട് വരുൺ, വിട്. എന്നെ ഇങ്ങനെ കൊല്ലല്ലേ. നിന്റെ ഈ കരച്ചിലിന് ആഴമുണ്ടല്ലോ, അത് മുഴുവൻ എന്നോടുള്ള സ്നേഹമാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഇത്രയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ ഒന്ന് സംസാരിക്കരുത്. എനിക്ക് കുറച്ചു നാളോട് ജീവിക്കണമെന്നുണ്ട്. ഇതിങ്ങനെ തുടർന്നാൽ ഞാനായിരിക്കും ആദ്യം മരിക്കുക. ഇനി എടുത്തി പറ, ഉർവശിക്ക് കുശുംബ ഭ്രാന്ത, അതുകൊണ്ടാ ഇത്തരം കാഴ്ചകൾ ഉണ്ടാക്കി പറയുന്നതന്നെ. നാഴികയ്ക്ക് 40 വട്ടവും നല്ലവളെന്ന് ഏട്ടനും ഏട്ടത്തിയും പറയുന്ന അതേ രാധിക തന്നെയാ ഇപ്പൊ കൺമുന്നിൽ നിന്നും പോയത്. എത്രയോ നാളുകളായിട്ട് ഈ ഒളിച്ചുകളി ഇവിടെ നടക്കുന്നു. അവള് മിടിക്കുക ഏട്ടത്തി. പ്രിയങ്കയും വരുണും തമ്മില് അടുക്കാത്തതിന്റെ പ്രധാന കാരണം ഇവളാ. സ്വന്തം അനുജത്തിയുടെ ഭർത്താവിനെ സ്വാധീനിച്ച് കണിമംഗലത്തേക്ക് കയറി വരാനാ അവളുടെ ഉദ്ദേശം. ഏട്ടത്തിക്കും ഏട്ടനൊക്കെ സമ്മതമാണെങ്കിൽ അങ്ങനെ വധിച്ചു കൊടുക്ക്. ആ, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഒരു പുരുഷന് 2 ഭാര്യയെന്നങ്ങ് സമ്മതിച്ചു കൊടുക്കണം. പുതിയ നാണക്കേടുകളുടെ ആരംഭം കണിമംഗലത്തുനിന്ന് തന്നെ ആവട്ടെ. മതി. ഇതെന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. കണിമംഗലത്തുണ്ടായ ഈ നാണക്കേട് ഒരു കുഞ്ഞു പോലും അറിയാതെ പരിഹരിക്കണം. ഉർവശി വന്നേ, വാ.